ഹായ് നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ടവർക്കും ടെല്ലാ PSC സ്വാഗതം. അപ്പൊ സാറേ നമ്മള് ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കാം. ഏറ്റവും പുതിയ 2026 നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഡിയോ സെഷനിലാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാറേ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന 2026 വിവിധ ഒരുപാട് എക്സാം. അതിൽ ഈ പറഞ്ഞ യൂണിഫോം തസ്തികയുടെ എക്സാമുകളുണ്ട്, LD ക്ലർക്ക്, LGS, കമ്പനി ബോർഡ്, ഡിഗ്രി നിലവാരത്തിലുള്ള മത്സരം, ഒരുപാട് എക്സാംസുകളാണ് വരാൻ. അപ്പൊ ധാരാളം മത്സര പരീക്ഷ ഉണ്ട്. അതിൽ ഈ പറഞ്ഞ LP നോട്ടിഫിക്കേഷൻ 2026 അവസാനത്തോടുകൂടി വരുന്നു. അപ്പൊ 2026 മുഴുവൻ മത്സര പരീക്ഷയിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർണായകമായിട്ടുള്ള മേഖലയാണ് ഏത്? കറണ്ട് അഫയേഴ്സ്. നമുക്കറിയാം, ഈ പറയുന്ന സയൻസ് മേഖല പോലെ തന്നെ, മാത്സിന്റെ മേഖല പോലെ തന്നെ, അല്ലെങ്കിൽ മറ്റു സബ്ജക്ട് പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റിനും സിലബസിൽ ഒന്നും പറയുന്നില്ല, കറണ്ട് അഫയേഴ്സ് എന്ന് മാത്രമേ പറയുന്നു. ആ കറണ്ട് അഫയേഴ്സിലെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക് എങ്ങനെ പഠിക്കാം, 2026 മത്സര പരീക്ഷയിൽ 100% ഉറപ്പ്, 100% ഉറപ്പായിട്ടും ചോദിക്കുന്ന അങ്ങനെ തന്നെയാണെങ്കിൽ പറയാം 25 ടോപ്പിക്സ്. അതാണ് മക്കളെ ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് പഠിച്ച മക്കളെ നിങ്ങൾക്ക് ഷുവർ ആയിട്ടും ഇനി വരാനിരിക്കുന്ന എക്സാംസിന് നല്ലൊരു സ്കോർ നേടാൻ കഴിയും. സോ ആ ടോപ്പിക്സുകളെ കുറിച്ചാണ് ഇന്ന് ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. സാറേ ഒന്ന് കാണിച്ചു. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് നമുക്ക് 2026 മത്സര പരീക്ഷയിൽ ഹോട്ട് ടോപ്പിക്സ് ആവുന്ന 25 ടോപ്പിക്. 2026 റീസെന്റ് ചോദിച്ചിരിക്കുന്ന അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ എക്സാം സാറേ, നൊബേലിൽ നിന്ന് 2 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഇത് ആദ്യമല്ല, പല PSC എക്സാമിനും ഒരു എക്സാമിന് തന്നെ നൊബേൽ പ്രൈസിൽ നിന്നും 2-3 ഈ പറയുന്ന നൊബേൽ പുരസ്കാരം തന്നെ സയൻസിലെ ടോപ്പിക് ആയിട്ട് വരാം, കെമിസ്ട്രിയിലെ, ഫിസിക്സ്, അങ്ങനത്തെ ഓരോ ടോപ്പിക്കിനൊക്കെ. അപ്പൊ നൊബേൽ പുരസ്കാരം 2025 24 കൂടി പഠിക്കണം. അതെ, പല സമയങ്ങളിലും പഴയ നൊബേൽ പ്രൈസസ് വരെ ചോദിച്ചിട്ടുണ്ട്. ചില ആളുകൾ 23 നൊബേൽ വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മിക്ക ഉദ്യോഗാർത്ഥികൾക്ക് ഒരു കൺഫ്യൂഷൻ, സാർ ഇതൊക്കെ ഞങ്ങൾ പഠിച്ചിട്ട് പോകും, പരീക്ഷകളിൽ കയറുമ്പോൾ 2022 ചോദിക്കുമോ? ഉറപ്പായിട്ടും 2024 2025 ഉറപ്പായിട്ട് പഠിച്ചിട്ടേ പോകും. അപ്പൊ അതിനുള്ള ക്ലാസ്സുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നോട്ട്സ് നമ്മൾ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ ഉൾപ്പെടെ അപ്ഡേറ്റ് ചെയ്യുന്നു. അപ്പൊ ഞാൻ പ്രത്യേകിച്ച് പറയുന്നു, നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ വേണ്ടി മറന്നു പോകും. എല്ലാ ദിവസവും നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? CA ക്ലബ്ബ് നമ്മൾ ഉഷാറായിട്ട് ക്ലാസ് കണ്ടക്ട്. നല്ല ഫീഡ്ബാക്ക് ആണ് സാറേ വന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികളെല്ലാം വളരെ ഉഷാറായിട്ട് പഠിച്ചു പോകുന്നത്. എല്ലാ ദിവസവും സാർ തിങ്കൾ, ബുധൻ, വെള്ളി, പിന്നീട് ഞായറാഴ്ച റിവിഷൻ ഉണ്ട്. അതെ. അപ്പൊ നൊബേൽ പുരസ്കാരം 2024-25 നിങ്ങൾ ഉറപ്പായും പഠിക്കണം. അപ്പൊ ചില ആളുകൾ വിചാരിക്കും, ഇനി മറ്റു മേഖലകളുടെ 24ാമത്തെ ടോപ്പിക് വരെ നമ്മൾ പറയണമല്ലോ. ദെൻ പാരീസ് ഒളിമ്പിക്സ്, പാരാലിമ്പിക്സ് 2024 എന്ന് പറഞ്ഞ് ചോദിക്കും. ടോക്കിയോ ഒളിമ്പിക്സ് ചോദിക്കില്ല. ടോക്കിയോ ഒളിമ്പിക്സ് ചോദിക്കും. പലപ്പോഴും വളരെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള ടോക്കിയോ ഒളിമ്പിക്സിൽ നിന്നുള്ള കണ്ടന്റുകൾ ഇപ്പോഴും ചോദിക്കുന്നു. സാറേ, നീരജ് ചോപ്ര സ്വർണ്ണ മെഡൽ. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും ഈ പറയുന്ന പാരീസ് ഒളിമ്പിക്സ് അല്ലെങ്കിൽ പാരാലിമ്പിക്സ് പഠിക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട മെഡൽ പുരസ്കാരങ്ങൾ മേടിച്ച ഇന്ത്യക്കാര്, അപ്പൊ അവരുടെ ഈ പറയുന്ന ഏത് മേഖലയാണ്, അവർ ഈ പറയുന്ന ഏത് മേഖല, ഇപ്പൊ നീരജ് ചോപ്ര എന്തുമായി ബന്ധപ്പെട്ടതാണ്? അങ്ങനെ ചോദിച്ചോളൂ. നീരജ് ചോപ്രയുടെ ജന്മദേശം ഏത് സംസ്ഥാനത്താണ്? അദ്ദേഹം ഏത് സംസ്ഥാനത്ത്? ഹരിയാനയാണ്. ബഹുധാന്യക എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഹരിയാന. അപ്പൊ അങ്ങനെയുള്ള ഓരോ ചോദ്യങ്ങളുണ്ട് GK-യിൽ, അങ്ങനെ കറണ്ട് അഫയേഴ്സിൽ അങ്ങനെ. അപ്പൊ പാരീസ് ഒളിമ്പിക്സ്, പാരാലിമ്പിക്സ് 2024 ഉറപ്പായിട്ട് ചോദിക്കുന്ന ചോദ്യം കൂടിയാണ്. ഇനി നോക്കാം, കേന്ദ്ര മന്ത്രിസഭയും സംസ്ഥാന നിയമസഭയും, 18ാമത്തെ ലോക്സഭ. മക്കൾ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നിലവിൽ കേന്ദ്ര മന്ത്രിസഭ നമുക്കറിയാം, നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് 18ാമത്തെ ലോക്സഭയാണ്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സംസ്ഥാന നിയമസഭ ഈ 2026 ഏപ്രിൽ ഇനി വരാൻ പോകുന്ന പുതിയൊരു നിയമസഭയുണ്ട്. ഇപ്പൊ നിലവിൽ നിങ്ങൾ ഈ പറയുന്നത് 2026 ഏപ്രിൽ വരെയുള്ള കാര്യങ്ങൾ പുതിയ കണ്ടന്റ് ആവും. 16ാമത്തെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി വരുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൃത്യമായിട്ട് നമ്മൾ ക്ലാസ്സുകൾ തരുന്നതായിരിക്കും. സോ നമുക്ക് കേന്ദ്ര മന്ത്രിസഭ നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഇപ്പൊ പഠിക്കുന്ന കേന്ദ്ര മന്ത്രിസഭ തന്നെയാണ് ഇനി ഒരു 3 വർഷത്തേക്ക് പഠിക്കണം, അല്ലെ? അപ്പൊ നിലവിൽ കേന്ദ്ര മന്ത്രിസഭയും 18ാം ലോക്സഭയും
ഒന്ന് തന്നെയാണ് സാർ. ക്യാബിനറ്റ് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ആളുകളെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പറയുന്ന വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ലേറ്റസ്റ്റ് കറണ്ട് അഫയേഴ്സ് ഉണ്ട്. അതെ, വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2ാം ഘട്ട ഉദ്ഘാടനം നമ്മുടെ സംസ്ഥാന മന്ത്രിസഭയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇനാഗുറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട. അപ്പൊ അവിടുത്തെ പ്രധാനപ്പെട്ട കേന്ദ്ര മന്ത്രിസഭ, സംസ്ഥാന നിയമസഭ, 18ാം ലോക്സഭ, 18ാം ലോക്സഭയ്ക്ക് ഒരു സ്പീക്കർ ഉണ്ട് സാറേ, ഓം ബിർള. ഏത് മണ്ഡലത്തെയാണ് പ്രധാനം ചെയ്യുന്നത്? രാജസ്ഥാനിലെ കോട്ട എന്നറിയപ്പെടുന്ന മണ്ഡലത്തെ. 17ാമത്തെ ലോക്സഭയിലും 18ാമത്തെ ലോക്സഭയിലും അദ്ദേഹം തന്നെയായിരുന്നു ലോക്സഭ സ്പീക്കർ. അപ്പൊ ആ ഒരു പ്രധാനപ്പെട്ട മേഖല നിങ്ങൾ പഠിക്കണം. അപ്പൊ 3 ടോപ്പിക് ഇമ്പോർട്ടന്റ് ആണ്. ഇനി നോക്കിക്കുക അടുത്തതായി 4ാമത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സയൻസ് മേഖലയുമായി AI എന്ന് ചോദിക്കാൻ കൊള്ളാവുന്ന എല്ലാ മേഖലകളും സാറിന്റെ CA ക്ലബ് സെഷനിലും ബാക്കിയുള്ള ആപ്പിലും മറ്റു കാര്യങ്ങളിലെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട് AI റിലേറ്റഡ് ആയിട്ടുള്ള റോബോട്ട് സംവിധാനം, സാം ഓൾട്ട്മാൻ മറന്നു പോരുത്. അദ്ദേഹത്തിന്റെ ഇന്നോവേഷൻസും AI ഒക്കെ സ്ഥിരം ചോദ്യങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മേഖല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നും പലപ്പോഴും പല ചോദ്യങ്ങളും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവർ ചോദിക്കുന്ന ഒരു ഇതൊക്കെ എവിടുന്ന് കിട്ടും? നമ്മുടെ ക്ലാസ്സുകളുണ്ട്. പല കുട്ടികളും ചോദിക്കുന്ന ഒരു കാര്യമാണ്, സാറേ ഞാൻ ഒരു പത്രം വായിക്കുക, 2 പത്രം വായിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക് ആയിട്ടുള്ള ഒരു കാര്യം. കാരണം ഒരു പത്രം തന്നെ വായിക്കുക ഒരു 20 മിനിറ്റ് എടുക്കും. 2-3 പത്രങ്ങളൊക്കെ റെഫർ ചെയ്ത്, ഹിന്ദു ന്യൂസ് പേപ്പർ ഒക്കെ റെഫർ ചെയ്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക്കാണ്. മക്കളെ, നിങ്ങൾ അതിനുവേണ്ടി മെനക്കെടണ്ട. ഞാൻ എന്തായാലും മെനക്കെടുന്നുണ്ട്. നമുക്കൊരു ടീം വർക്കാണ്. ഓക്കെ, നമ്മൾ ടീം വർക്കിലൂടെ നിങ്ങൾക്ക് ഈ 4-5 പത്രങ്ങൾ കൃത്യമായിട്ട് റെഫർ ചെയ്ത് അതിലുള്ള കണ്ടന്റുകൾ പൂർണ്ണമായിട്ടും ഈ പറഞ്ഞ തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ബഡ്ജറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് നിർമ്മല സീതാരാമൻ. അതെ, ഇന്ത്യയിൽ ആദ്യ ഡിജിറ്റൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. സംസ്ഥാനത്ത് ആദ്യ ഡിജിറ്റൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. എന്നെക്കാളും കറക്റ്റ് അല്ല ഞാൻ പറഞ്ഞത്. അപ്പം ബഡ്ജറ്റ് സംവിധാനം യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ബഡ്ജറ്റ് സംവിധാനം ഏറ്റവും ഇമ്പോർട്ടന്റ്. ബഡ്ജറ്റ് പോലും A+ എന്നാണ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് ചോദിക്കാം. ബഡ്ജറ്റിനെ പറ്റി അവതരിപ്പിക്കുന്ന ഡേറ്റ് സ്ഥിരം ചോദ്യമാണ് അല്ലെ. ബഡ്ജറ്റിന്റെ അനാലിസിസ് കൃത്യമായിട്ട് ഇപ്പോ ഒരു ഹൈ ലെവൽ അതെ, പണ്ട് ഈ UPSC എക്സാംസിനൊക്കെ സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ഏരിയ ആയിരുന്നു ബഡ്ജറ്റ് അനാലിസിസ്. ഇപ്പോൾ ഡിഗ്രി തല എക്സാംസുകൾക്ക് അതേ പാറ്റേൺസ് ഉള്ള ക്വസ്റ്റ്യൻസ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ബഡ്ജറ്റ്. 6ാമത്തെ ടോപ്പിക് സിനിമ അവാർഡുകൾ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും സിനിമ കാണാറുള്ളവരാണ്, സിനിമ ആസ്വദിക്കാറുള്ളവരാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഓസ്കാർ പുരസ്കാരം. ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. ദേശീയ ചലച്ചിത്ര അവാർഡ് ലീഡിംഗ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. അതുപോലെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ്. ഈ 3 കാറ്റഗറിയിൽ നിന്നും ഷുവർ ആയിട്ട് ഒരു റാങ്ക്, ഇത് എപ്പോഴും റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് കയറി. പല ആൾക്കാരും ഇത് പഠിക്കാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ളവരായിരിക്കും. കാര്യം പുതിയ പേരുകൾ, കേൾക്കാത്ത സിനിമകൾ, പഠിക്കാൻ പാടുള്ള കുറെ പേരുകളാണ്. സോ ഇത് പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അത് നിങ്ങൾക്ക് ബോണസ് ആയിരിക്കും. അടുത്തത് സാഹിത്യ അവാർഡ്. അതിൽ തന്നെ പ്രധാനപ്പെട്ട സാഹിത്യ അവാർഡ് എന്ന് പറഞ്ഞാൽ ബുക്കർ പുരസ്കാരം. ബുക്കർ പുരസ്കാരം. ഈ പറയുന്ന നമ്മൾ പറഞ്ഞ നൊബേൽ പുരസ്കാരം തന്നെ സാഹിത്യ നൊബേൽ ഉണ്ട്. അതൊരു സാഹിത്യ അവാർഡ്. ഈ പറഞ്ഞ ഇന്ത്യ ലോകവുമായി ബന്ധപ്പെട്ട കണ്ടന്റ്, ഇന്ത്യയുമായി ബന്ധപ്പെട്ട കണ്ടന്റ്. നമുക്കറിയാം നമ്മുടെ ജ്ഞാനപീഠ പുരസ്കാരം, സരസ്വതി മൂർത്തിദേവി പുരസ്കാരം, അങ്ങനെയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേരളവുമായി ബന്ധപ്പെട്ട സാഹിത്യ പുരസ്കാരം, എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ അവാർഡ്, കൂടാതെ വള്ളത്തോൾ അവാർഡ്, ഇങ്ങനെയുള്ള ഒരുപാട്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല ഈ സാഹിത്യ അവാർഡ് നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും ലീഡിംഗ് ആവുന്ന വിയോഗം. ഏറ്റവും ലീഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ ഒരിക്കലും നമ്മളൊരാളുടെ വിയോഗം നമ്മൾ എന്ത് ആഘോഷിക്കുകയല്ല. എടുത്തു പറയേണ്ട ഒരാളുണ്ട്, നമുക്ക് വലിയൊരു നഷ്ടം കൂടിയാണ്. നമ്മുടെ MK സാനു റീസെന്റ് മരിച്ചുപോയി. സാഹിത്യ മേഖലയിൽ വളരെ അധികം സംഭാവന നൽകിയ ഒരു സാഹിത്യകാരൻ MK സാനു റീസെന്റ് അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നെല്ല് എന്ന് പറയുന്ന നോവൽ P. വത്സലൻ PSC സ്ഥിരം ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ഏരിയ. നമ്മുടെ ഇപ്പൊ എന്റെ ഒരു തുടക്കത്തിൽ ധാരണ ഈ വിയോഗങ്ങൾ പഠിക്കുന്ന സമയത്ത് അവർ മരിച്ച തീയതി, അവരുടെ മറ്റു കാര്യങ്ങളൊക്കെയാണ്. ഒരിക്കലുമല്ല അവരുടെ സാഹിത്യ സൃഷ്ടികൾ. ഇപ്പൊ ആരാണോ വിയോഗം സംഭവിച്ചത് അവരുടെ സാഹിത്യ സൃഷ്ടികൾ, അവരുമായി ബന്ധപ്പെട്ട മേഖലകൾ ഏതൊക്കെയാണ്, അവർക്ക് കിട്ടിയിരുന്ന പത്മ അവാർഡ്സുകളൊക്കെ പലപ്പോഴും നമ്മുടെ എക്സാംസുകൾ സ്റ്റേറ്റ്മെന്റുകളായിട്ട് കയറി വരാം. അപ്പൊ ഈ സാഹിത്യ അവാർഡ് ഫോക്കസ് കൊടുത്തേക്കണം. വളരെ പ്രധാനപ്പെട്ട 2026 സൂചി ഇൻഡെക്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇൻഡെക്സ്. സാറേ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്, അപ്പൊ ചില ആളുകൾ പറയും സാറേ 126 പൊസിഷൻ കാണും, അല്ലെങ്കിൽ 100 പൊസിഷൻ കാണും, അതിലെല്ലാം ഞങ്ങൾ പഠിക്കണം. ഒരിക്കലും അതിന്റെ അകത്ത് ആദ്യ സ്ഥാനത്ത് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നിങ്ങൾ ശ്രദ്ധിക്കണം. കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന നമ്മുടെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഒരുപാട് ചർച്ച ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണെങ്കിൽ അത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഇപ്പൊ നമ്മൾ പറയാ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, പിന്നെ അതുപോലെ ഹാപ്പിനെസ് ഇൻഡെക്സ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതൊക്കെ വളരെ പ്രധാനപ്പെട്ടത്. അപ്പം എല്ലാ ഇൻഡെക്സ് നിങ്ങൾ എന്താണ്
പഠിച്ചു കഴിഞ്ഞാൽ ഉള്ള എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവും. അതെ, അതുകൊണ്ട് ആദ്യത്തേത് പഠിക്കുക, ഇന്ത്യയുടെ സ്ഥലം പഠിക്കുക, ഏറ്റവും ഒടുവിൽ ആരാണ് ഏത് രാജ്യമാണ് അതുകൂടി നോക്കി. 9ാമത്തെ ടോപ്പിക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നിയമനങ്ങൾ അപ്പോയിന്റ്മെന്റ്. സാറേ ഈ ഒരു ചോദ്യം ഇല്ലാതെ ഒരു PSC എക്സാം സാറിന്റെ വീഡിയോ ചെയ്തായിരുന്നല്ലേ? റീസെന്റ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിന് ഏകദേശം 4K വ്യൂ. നമുക്ക് അതിന്റെ വ്യൂസ് ഉണ്ട്. അപ്പൊ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നിയമനങ്ങൾ ഞാൻ പറയുന്നത് PSC പഠിക്കുന്ന കുട്ടികൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ടതാണ്. ഇത് പഠിച്ചിട്ട് പിന്നീട് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കാം. പലപ്പോഴും പല ഉദ്ദേശം വരില്ല. യെസ്, അതായത് സാറേ പലപ്പോഴും നിലവിലെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ഇന്ത്യയുടെ ഇതൊക്കെ ഈ പറയുന്ന ആളുകൾ മാറുന്ന സമയത്ത് അപ്ഡേറ്റ് ചെയ്യണം. അതെ അതെ, ഇന്ത്യയിലെ പ്രധാന എല്ലാവരും ചെയ്യുന്ന എന്നാന്ന് ചോദിച്ചാൽ സാറേ എക്സാമിന് ഒരു മാസത്തിന് മുന്നേ ഇതെല്ലാം കൂടി ഒരു അവ്യലായിട്ട് അങ്ങ് പഠിക്കും. ആ പഠിക്കുന്ന സമയത്ത് 4 ഓപ്ഷൻ, ഇതെല്ലാം പഠിച്ചത് എവിടെ കാണും? ഓപ്ഷൻസിൽ പുതിയ ആളെയും കാണും, പഴയ ആളെയും. അതെ അതെ, ഇതെല്ലാം കൂടെ കൺഫ്യൂസ്ഡ് ആയിട്ട് കൃത്യമായിട്ടുള്ള ആൻസർ കിട്ടത്തില്ല. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ ആദ്യം തന്നെ ഇത് പഠിക്കുക, അപ്ഡേറ്റ് ചെയ്ത് ബാക്കി നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട നിയമനങ്ങൾ. ഉറപ്പായിട്ട് ഒരു മാർക്ക് കമ്പൽസറി. ഇത് രണ്ടും ഒരു കാറ്റഗറിയാണ്, അതുപോലെ തന്നെ കേരളത്തിലെ പ്രധാന നിയമനങ്ങൾ. ഇത് രണ്ടും സെറ്റ് ആക്കി വെക്കുക. ഒരു എക്സാമിന് 2 മാർക്കിനെങ്കിലും പലപ്പോഴും ക്വസ്റ്റ്യൻസുകൾ കയറി വരാറുണ്ട്. നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ വിയോഗങ്ങൾ എക്സാം എടുത്തു കഴിഞ്ഞാൽ ഒരു വിയോഗം നമ്മൾ എന്ത് ചെയ്യുക, ആഘോഷിക്കുന്നില്ല. വിയോഗങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ മലയാളിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാൻ പറ്റുന്ന വ്യക്തിത്വമാണ്. നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുകയും ചെയ്തു. പോളണ്ടിനെ പറ്റി ഒരു അക്ഷരം പറയരുത്. ശ്രീനിവാസൻ, അതെ, MS സ്വാമിനാഥൻ, വളരെ ഹരിതവിപ്ലവവുമായി ബന്ധപ്പെട്ട വ്യക്തിത്വം. സാഹിത്യ മേഖലയുമായി സിനിമാ മേഖല വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള വ്യക്തി. പിന്നീട് നമ്മുടെ രത്തൻ ടാറ്റ. വ്യവസായ മേഖല മാത്രമല്ല അദ്ദേഹത്തിന്റെ സംഭാവന, അദ്ദേഹത്തിന്റെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. നമുക്കറിയാം സക്കീർ ഹുസൈൻ പണ്ടും ചോദിക്കാറുണ്ട് അദ്ദേഹത്തിന്റെ മേഖല ഏതാണ് അല്ലേ സാർ? അപ്പൊ മൻമോഹൻ സിംഗ് നമുക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹം സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി. അങ്ങനത്തെ ധാരാളം ചോദ്യങ്ങളുണ്ട്. ഓക്കെ, ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്ന RBI. ഗവർണർ, എത്രാമത്തെ ഗവർണർ, ഇപ്പോഴത്തെ ഗവർണറാണ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ സ്ഥിരം ചോദ്യമാണ്. അത് കണക്ട് ചെയ്ത് റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ, ഇതൊക്കെ സ്ഥിരം ചോദ്യങ്ങളാണ്. ഇൻഷുറൻസ്, ഇത് നമ്മൾ ഒരു മേഖല എക്കണോമിക്സ് ധനകാര്യ സ്ഥാപനങ്ങൾ. സാറേ കഴിഞ്ഞ 5 വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻസുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എക്കണോമിക്സിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ, അതായത് പ്രയോറിറ്റി ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ് സബ്ജക്റ്റും ചോദിക്കുന്നു, പക്ഷേ കറണ്ട് അഫയേഴ്സിനകത്ത് ഡയറക്റ്റ് ചോദ്യങ്ങളാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടതാണെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ. നമ്മുടെ നാട്ടിൽ നമ്മുടെ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളെ ഒക്കെ ഇല്ലാണ്ടാക്കുന്നു. നമ്മുടെ ചുറ്റുപാടിനെ തന്നെ ഇല്ലാണ്ടാക്കി കളയുന്നു നമ്മുടെ പ്രധാനപ്പെട്ട ദുരന്തങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ. ലോകത്ത് പ്രധാനപ്പെട്ട ഇന്ത്യ, കേരളം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വയനാട് ദുരന്തം. ചൂരൽമല ഉരുൾപൊട്ടലൊക്കെ നടന്നു, നമ്മൾ കണ്ടതാണ്. കിഫ്ബിയാണ് അവിടെ. ഇനി അങ്ങനെ ഒരു ദുരന്തവും നടക്കാതിരിക്കട്ടെ. അതെ, റീബിൽഡ് ചെയ്തെന്ന് നമ്മുടെ അറിയാം. നമുക്ക് കിഫ്ബിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, മോണിറ്ററിംഗ് ചെയ്തിരിക്കുന്ന. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയാണ്, UL സൈബർ പാർക്ക്, അവരാണ് അവിടെ ആ ഒരു കൺസ്ട്രക്ഷൻസ് ഒക്കെ നിർവഹിച്ചിരിക്കുന്നത്. സോ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നോക്കാനുണ്ട്. ചുഴലിക്കാറ്റുകൾ പലപ്പോഴും പല രാജ്യങ്ങൾ നമുക്കറിയാം. കഴിഞ്ഞ ഈ 2025 ഈ ചുഴലിക്കാറ്റ് മാത്രമല്ല, ഈ പറയുന്ന അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എറ്റിന എപ്പോഴും പൊട്ടിത്തെറിക്കുന്ന ഒരു അഗ്നിപർവ്വതമാണ്. ആ സമയത്ത് അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ ഡേറ്റ് അല്ല പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അത് അങ്ങനെയാണ്. ശ്രദ്ധിച്ചാൽ മതി, നമ്മളൊരു എക്സാമിന് തൊട്ട് മുന്നേ ഒരു 6 മാസത്തിന് മുന്നേ ഏതെങ്കിലും മൗണ്ട് അല്ലെങ്കിൽ ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചിട്ടുണ്ടെങ്കിൽ അതിനുശേഷം വരുന്ന ഒരു PSC എക്സാമിന് ചോദിക്കും ആ മൗണ്ട് ഏത് രാജ്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ മിക്ക ഉദ്യോഗാർത്ഥികളും കരുതുന്നു ഈ റെയർ ഫാക്ട് ഒക്കെ എന്തിനാ ചോദിക്കുന്നത്? കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇതല്ല. അടുത്ത വാർഷികങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഉറപ്പായിട്ടും അടുത്ത സാറിന് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ഏരിയയാണ് വാർഷികങ്ങൾ. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഏത് ടോപ്പിക് പഠിച്ചാലും ഒരു വാർഷികങ്ങൾ. അതായത് ഇപ്പൊ 1900, ഞാൻ പറയുന്നത് സാറേ ഇവ 2026. ഇപ്പൊ 1925, 26, 24, 25, 26 ഈ 3 വർഷം നടന്ന കാര്യങ്ങളുടെ 100ാം വാർഷികമാണ് 2026 സെലിബ്രേറ്റ്. അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം 50 വർഷങ്ങൾക്ക് മുന്നേ എന്ത് നടന്നു, അല്ലെങ്കിൽ 100 വർഷങ്ങൾക്ക് മുന്നേ എന്ത് നടന്നു. 25 വർഷം ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ഫാൻസി നമ്പർ എന്ന് പറയത്തില്ലേ. അപ്പൊ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന്റെ ഒരു ഫാൻസി നമ്പർ എന്ന് പറഞ്ഞാൽ ഈ 25ാം വാർഷികം, 50, 75, 200 അങ്ങനെയുള്ള ഫാൻസി വർഷങ്ങൾ ചോദിക്കാം. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കുറച്ച് സ്മാർട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വൈക്കം സത്യാഗ്രഹം 100ാം വാർഷികമാണ് 2024-25 നടന്നത്. അല്ലമീൻ എന്നറിയപ്പെടുന്ന മാസിക, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ സ്ഥാപിച്ച അല്ലമീൻ മാസിക, ചട്ടമ്പി സ്വാമിയുടെ സമാധി
ഇപ്പൊ ഈ ഇടയ്ക്ക് നടന്ന അല്ലെങ്കിൽ തൊട്ടു മുന്നത്തെ ദിവസം നടത്തിയ പരീക്ഷയാണ് പ്രിസണർ ഓഫീസർ പരീക്ഷ. അതിൽ ഉൾപ്പെട്ട ചട്ടമ്പി സ്വാമിയുമായി ബന്ധപ്പെട്ട പല ചോദ്യങ്ങളുണ്ടായിരുന്നു. കറണ്ട് അഫയേഴ്സിൽ നിന്ന് വേണമെങ്കിൽ ഒരു GK സ്ട്രാറ്റജി നമുക്ക് അവിടെ പിടിക്കാം. അടുത്തത് US ഇലക്ഷൻ. സാർ ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ ഇതുവരെ PSC എക്സാമിന് വിദേശ രാജ്യങ്ങളിലുള്ള ലീഡേഴ്സിന്റെ പാർട്ടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് രാജ്യങ്ങളിലെ പാർട്ടി, ഒന്ന് അമേരിക്ക, ഒന്ന് ബ്രിട്ടൻ. പലപ്പോഴും റിപ്പീറ്റഡ് പലപ്പോഴും കുട്ടികൾ ചോദിക്കും, സാറേ എല്ലാ രാജ്യങ്ങളിലും പ്രസിഡന്റ് ഉണ്ട്, പ്രൈം മിനിസ്റ്റർ ഉണ്ട്, ഇവരുടെ എല്ലാം പാർട്ടി പഠിക്കണമെന്ന്. വേണ്ട മക്കളെ, നിങ്ങൾ ഇതുവരെ PSC ചോദിച്ചിട്ടുള്ള രാജ്യങ്ങളുടെ പ്രൈം മിനിസ്റ്റേഴ്സും അതുപോലെ പ്രസിഡന്റും എടുക്കുക. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് രാജ്യം എന്ന് പറയുന്നത് ബ്രിട്ടനും UK ആണ്. ആ രണ്ട് രാജ്യങ്ങളിലെ നേതാക്കന്മാരുടെ പാർട്ടി മാത്രമേ ഇതുവരെ PSC ചോദിച്ചിട്ടുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട ട്രംപ് നമുക്കെതിരെ നല്ല തീരുവ ഇങ്ങനെ ഹൈക്ക് ചെയ്ത് വരുന്നു. പുള്ളിക്കാരനെതിരെ സംസാരിക്കുന്നത് വലിയൊരു ഇഷ്യൂ ആണ്. അതൊരു വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോ ഗാസ ബോർഡ് ഓഫ് പീസ് വന്നിരിക്കുകയാണ്. ഇസ്രായേൽ അതെ ആ ഏരിയ ഒക്കെ ഒന്ന് നോക്കി വെക്കുന്ന വളരെ നല്ല. ട്രംപ് ഇല്ലാതെ ഒരു കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ഇല്ല എന്ന ഒരു സ്ഥിതി തൊട്ട് മാറിയിട്ടുണ്ട്. ഇതെല്ലാം എല്ലാ ദിവസവും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കൃത്യമായിട്ട് അടുത്ത ടോപ്പിക് കോവിഡ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോഴത്തെ പരീക്ഷയിൽ പോലും കോവിഡുമായി ബന്ധപ്പെട്ട് പല ചോദ്യങ്ങൾ വരാറുണ്ട്. പഴയ ചോദ്യങ്ങളാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. കോവിഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ദെൻ രോഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നമ്മുടെ മസ്തിഷ്ക ജ്വരം, അമീബിക് മസ്തിഷ്ക ജ്വരം, അതുമായി ബന്ധപ്പെട്ട് സിൻഡ്രോം, ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. അതായത് റീസണിൽ നിങ്ങൾ ഇങ്ങനെ നോക്കി കറണ്ട് കോണ്ടെക്സ്റ്റിൽ അല്ലെങ്കിൽ കറണ്ട് നമ്മുടെ സാമൂഹിക സിറ്റുവേഷനിൽ ഏതെങ്കിലും ഒരു രോഗം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിസീസ് വന്നിട്ടുണ്ട്, കേരളത്തിലാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ പഠിക്കുക, അതിന്റെ വാക്സിൻസിനെ കുറിച്ച് പഠിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ആരോഗ്യ വകുപ്പ് പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങൾ കുട്ടികൾ GK ഭാഗത്തു നിന്ന് രോഗങ്ങൾ, അതായത് ആരോഗ്യ മേഖലയിൽ രോഗകാരികളും അതെ പലപ്പോഴും ബയോളജിയിൽ നിന്ന് തന്നെ ചോദിക്കാറുണ്ട്. അവിടേക്ക് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ മത്സര പരീക്ഷയിലും ഈ പറയുന്നത് നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സിലൊക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് കുട്ടികൾ പറയുന്നത് ഈ സ്ത്രീകളായിട്ടുള്ള ലേഡീസ് ചോദിക്കുന്നത്, സാറേ കായിക മേഖല എനിക്ക് പറ്റൂല. ബോയ്സിന് ഈ പറയുന്ന സ്പോർട്സ്, ഫുട്ബോൾ അവർ തകർപ്പനായിരിക്കും. പക്ഷേ കായിക വേറെ ഒന്നുമില്ല മക്കളെ, കായിക മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കേണ്ട ലീഡിങ് ആവുന്നു. ഇത് എന്തുകൊണ്ടാണ് പാടുന്നറിയും, ഇത് സ്ഥിരം വായിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു വിദ്യാഭ്യാസി ആനയും അതെ. അപ്പൊ ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് കറണ്ട് അഫയേഴ്സ് ഒരു പത്രമെങ്കിലും വായിക്കുക. ബാക്കിയുള്ള പത്രങ്ങളൊക്കെ റെഫർ ചെയ്ത് നമ്മൾ കൊണ്ടുവരും. ആ പേരുകളെല്ലാം എല്ലാ ദിവസവും നിങ്ങൾ കേൾക്കും. റിപ്പീറ്റ് ചെയ്ത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇത് ഈസിയാവും. നിങ്ങൾ പേടിക്കേണ്ട. ഒരു കായിക മേഖല ഏറ്റവും പ്രധാനപ്പെട്ടതാണ് PR ശ്രീജേഷൻ സാറേ. 4 ഒളിമ്പിക്സിൽ പുള്ളിക്കാരൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 2 ഒളിമ്പിക്സിലാണ് മെഡൽ നേടി. ഹോക്കി ടീം ഇവന്റിലാണ് ടോക്കിയോ ഒളിമ്പിക്സിലും അതുപോലെ തന്നെ പാരീസ് ഒളിമ്പിക്സിലും അദ്ദേഹം. അതുകൂടാതെ നമ്മുടെ ജൂനിയർ ഹോക്കി ടീമിന്റെ കോച്ച് കൂടിയായിരുന്നു. അപ്പൊ ജേഴ്സി നമ്പർ ഉൾപ്പെടെ പലപ്പോഴും ചോദിക്കുന്നുണ്ട്. അപ്പം മക്കളെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ കറണ്ട് കോണ്ടെക്സ്റ്റിൽ ആരാണോ വളരെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് അദ്ദേഹവും PR ശ്രീജേഷിന്റെ ജേഴ്സി നമ്പർ മക്കളെ ഒന്ന് കമന്റ്, എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം. എത്ര പേര് പറയുന്നു നോക്കട്ടെ. ഇനി ലയണൽ മെസ്സി, വിരാട് കോഹ്ലി. ഇനി ഞാൻ പറയാൻ പോകുന്നു, വിരാട് കോഹ്ലിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഇനി വരാനിരിക്കുന്ന എക്സാമിന് വരും എന്നതിൽ ഷുവറാണ്. കാര്യം എന്നാ, പുള്ളിക്കാരൻ ഇപ്പൊ ഒരു കംബാക്ക് ആണ്. കുറെ നാളുകൊണ്ട് പുള്ളിക്കാരൻ എന്താ പറയുക, ഇപ്പൊ വലിയ രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വിരാട് കോഹ്ലി. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഇനി വരാനിരിക്കുന്ന PSC എക്സാമിന് നടക്കാൻ വേണ്ടി സ്ട്രാറ്റജികളിൽ നിങ്ങൾ പിടിച്ചോ. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ചോദ്യങ്ങളും പഠിച്ചിട്ട് വേണം ഇനി എക്സാമിന് പോകാൻ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തിത്വം വൈഭവ് സൂര്യവംശി. അതെ, കൊള്ളാം. ഇന്ത്യയിൽ തന്നെ ഒരുപാട് ആൾക്കാർ സെർച്ച് ചെയ്തിട്ടുള്ള ഒരു പേര് കൂടിയാണ് വൈഭവ് സൂര്യവംശി എന്ന് പറയുന്നത്, അല്ലെ? അപ്പോ അദ്ദേഹത്തെ കുറിച്ച് കൂടി ഒന്ന് നോക്കി വെക്കുക. പല അപ്ഡേഷൻസുകളും വരുന്നുണ്ട്. ഓരോ ദിവസവും പല അപ്ഡേഷൻസുകൾ അവിടെ വരുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം മറ്റത്. അടുത്തതായിട്ട് സംസ്ഥാന മുഖ്യമന്ത്രിമാരും നമുക്കറിയാം. ഇപ്പൊ സംസ്ഥാന മുഖ്യമന്ത്രി അവിടെ ഒരു സ്ട്രാറ്റജി ഞാൻ എപ്പോഴും പല കുട്ടികളിൽ നിന്ന് പറയും, ഈ എല്ലാ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ പേര് പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. അത് പഠിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെക്ടിക് ആയിട്ടുള്ള ഒരു കാര്യം. അവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, വിവാദമുണ്ടോ? അതെ, വിവാദങ്ങൾ ഒരു സബ്ജക്റ്റാണ്. ഇനി രണ്ടാമത്, സാർ 2024-25 വർഷങ്ങളിൽ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഇലക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ പുതിയ മുഖ്യമന്ത്രിമാർ വന്നിട്ടുണ്ടെങ്കിൽ അത് പഠിക്കുക. അതുപോലെ വിവാദപരമായിട്ട് നിൽക്കുന്ന പല ഗവർണേഴ്സ് ഉണ്ട്. നമുക്കറിയാം സാർ, കേരളത്തിൽ നിലവിലെ ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ്. അദ്ദേഹം ഗോവ സ്വദേശി. ആരിഫ് മുഹമ്മദ് ഖാൻ നേരത്തെ കേരള ഗവർണർ ആയിരുന്നു. അദ്ദേഹം ഇപ്പൊ എനിക്ക് തോന്നുന്നു ബീഹാറിൽ സമയത്ത് മാറ്റി അപ്ഡേറ്റ് ചെയ്യണം. അതെ അതെ അതെ, മാറി വളരെ ഇമ്പോർട്ടന്റ്. അപ്പം സംസ്ഥാന മുഖ്യമന്ത്രിമാരും ഗവർണർമാരും, അതിൽ ഗവർണർമാരെ എല്ലാവരെയും ഒരുമിച്ചല്ല മാറ്റുന്നത്. ഗവർണർ മാത്രം പഠിച്ചാൽ പോലെ ലഫ്റ്റനന്റ് ഗവർണർ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഗവർണർ സ്ഥാനത്ത് അതുല്യമാണ്. ഡൽഹിയിലെ ലഫ്റ്റനന്റ് ഗവർണർ,
വിനയ് കുമാർ സക്സേന. സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എല്ലാ ഈ പറയുന്ന യൂണിയൻ ടെറിട്ടറീസുകളിലെയും ലഫ്റ്റനന്റ് ഗവർണേഴ്സിന്റെ പേരുകൾ പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും. സാഹിത്യ കൃതികൾ എഴുതുക, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം നിയോഗങ്ങളെ കണക്ട് ചെയ്യുമ്പോൾ ആ സാഹിത്യ കൃതികൾ അത് എഴുതിയ വ്യക്തികളെ ഇമ്പോർട്ടന്റ് ആണ്, അതിൽ വിവാദങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഏതെങ്കിലുമൊക്കെ പുരസ്കാരവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിവാദങ്ങൾ ഉണ്ടെങ്കിൽ മീശ എന്നറിയപ്പെടുന്ന ഹരീഷ് എഴുതിയിട്ടുള്ള ഒരു നോവലാണ്. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ചോദിച്ചിട്ടുണ്ട്. അടുത്ത പദ്ധതികൾ മക്കളെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ചില മത്സര പരീക്ഷ സാറേ 5 മാർക്ക് എന്തിനുണ്ട് ഈ പറയുന്ന സാമൂഹ്യ ആരോഗ്യ ക്ഷേമ പദ്ധതികളെ കുറിച്ച് ഒരു കാര്യം. ഇപ്പൊ LGS പരീക്ഷ എടുക്കുക അല്ലെങ്കിൽ VFA മത്സര പരീക്ഷ എടുക്കുകയാണെങ്കിൽ അതിൽ തന്നെ ഈ പറയുന്ന പദ്ധതികൾ. ഒരു കാര്യം നമ്മൾ ഈ പത്രങ്ങൾ വായിക്കുന്ന സമയത്ത് അതായത് സർക്കാർ പണ്ട് മുതലേ കൊണ്ടുവന്നിട്ടോ പദ്ധതികളൊക്കെ പലപ്പോഴും അതിന്റെ അപ്ഡേഷൻസുകൾ വരാറുണ്ട്. സോ കൃത്യമായിട്ട് പത്രം വായിച്ചാൽ തന്നെ ഈ പദ്ധതി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി ഉണ്ട് സാറേ, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. എഴുതി വെച്ച മക്കളെ, നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ കണ്ണപ്പ സാർ പറഞ്ഞു. അതെ, VBG റാംജി എന്ന് പറയുന്ന പുതിയ ബില്ല് അവതരിപ്പിച്ചിട്ട് വരും മക്കളെ പഠിച്ചു വെച്ചിട്ട് അങ്ങ് പൊക്കോ. എന്തായാലും അതിൽ നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഇനി എക്സാമിന് വരാൻ പോകുന്ന കൃത്യമായി നോക്കാം. പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ പദ്ധതികൾ, സ്ത്രീ ശാക്തീകരണ പദ്ധതികൾ, ഭിന്നശേഷിക്കാരുടെ PC ഭയങ്കര ഇഷ്ടമുള്ള ഈ സ്ത്രീ ശാക്തീകരണം, ട്രാൻസ്ജെൻഡേഴ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യം. ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഒരു പദ്ധതി പറഞ്ഞു. ട്രാൻസ്ജെൻഡേഴ്സുമായി ഈ കലോത്സവത്തിന്റെ പേര് മാരിബില്ല് എന്ന് തന്നെയാണ്. യെസ്, ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാം. ഉറപ്പായിട്ട് സയൻസ് ആൻഡ് ടെക്നോളജി ഡിഗ്രി പരീക്ഷകൾ കമ്പൽസറി ആയിട്ട് പഠിക്കേണ്ട ഒരു മേഖലയാണ്. ഇതില്ലാതെ ഒരു PSC എക്സാം ഇല്ല. ഞാൻ നേരത്തെ അപ്പോയിന്റ്മെന്റ്സ് പറഞ്ഞതുപോലെ ഇതില്ലാതെ ഒരു എക്സാം ഇല്ല. ശാസ്ത്ര മേഖലയും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇസ്രോ, ഗഗൻയാൻ, ഇസ്രോ, അതുപോലെ ഇസ്രോയുടെ അകത്ത് നമുക്ക് ഇതെല്ലാം സ്പേസ് മിഷൻസുകളെല്ലാം ഉൾപ്പെടുത്താം. ഇസ്രോ നടപ്പിലാക്കിയിട്ടുള്ള ഏറ്റവും ഒടുവിലെ ലേറ്റസ്റ്റ് 5 മിഷൻസുകൾ അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കും. നമുക്കറിയാം ലേറ്റസ്റ്റ് നമ്മൾ 2 മിഷൻസുകൾ വിക്ഷേപിച്ചെങ്കിലും പരാജയപ്പെട്ടു. PSLV C61 62. ലേറ്റസ്റ്റ് കറണ്ട് അഫയേഴ്സ് മാത്രമല്ല നിങ്ങൾ പഠിക്കണ്ടേ, ഇതെല്ലാം പഠിക്കണം. അതെ അതെ, റാൻഡമായി ഇതിൽ ഏത് വേണമെങ്കിലും ചോദ്യമായിട്ട് വരാം. അപ്പൊ നിങ്ങൾ ഒരു 15 ശാസ്ത്ര സാങ്കേതിക മേഖല പഠിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ പറയുന്ന നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് വെക്കുന്ന കുറച്ച് ഏരിയകളുണ്ട്. അടുത്തത് നീതിന്യായ സമിതി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്, കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്, പൊളിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കാം. 106ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ചെയ്ത് പുതിയ കമ്മീഷനുകൾ. കമ്മീഷൻ ഒക്കെ പഠിക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട കമ്മീഷന്റെ പേരുണ്ട്. അതായത് ഈ പറയുന്ന വഖഫ് ഭൂമി തർക്കവുമായി കമ്മീഷന്റെ പേരുകൾ പഠിച്ചു വെക്കുക. അപ്പൊ അത് ലീഡിംഗ് ആയി നിൽക്കുന്നത് അതൊരു കറണ്ട് അഫയേഴ്സ് കണ്ടന്റ് ആയതുകൊണ്ടാണ്. പ്രധാനപ്പെട്ട ഭേദഗതി ഈ പറയുന്ന 106 നാരിശക്തി ബില്ല് മക്കളെ 107, 108 ഒക്കെ വരാൻ വേണ്ടിയുള്ള പല കാര്യങ്ങളും പ്രൊസീജിയേഴ്സുകൾ നടക്കുന്നുണ്ട്. സോ എന്തായാലും നമുക്കത് വരുന്ന ഡേറ്റിൽ അത് പഠിക്കാം. ഇനി അടുത്തതായിട്ട് UN വർഷം. മക്കളെ നോക്കിയോ, നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയിൽ ഒരു 100% ഉറപ്പുള്ള മറ്റൊരു മേഖലയാണ് UN വർഷങ്ങളാണെങ്കിൽ UN ദിനം, ഇമ്പോർട്ടന്റ് ഡേയ്സ് ആൻഡ് തീംസ് അത് ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ്. UN വർഷങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. 2026 UN വർഷമുണ്ട്, 2027 25, 24. നമുക്ക് 24 ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. ഒരുപാട് നമ്മളെ സൂക്ഷിച്ചിട്ടുണ്ട്. മില്ലറ്റ് ഇയർ, ക്യാമലിറ്റ്, പലപ്പോഴും ഞാൻ കുട്ടികൾക്ക് കോടൊക്കെ വെച്ച് പറഞ്ഞു കൊടുക്കാറ്. ക്യാമലിറ്റ് ഒട്ടക വർഷമാണ്, 4 കാലാണ്. അപ്പൊ 4/24 2024 ഇങ്ങനെ കോഡുകൾ വെച്ചാണ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കുന്നത്. കായിക മേഖലയുമായി ബന്ധപ്പെട്ട മേഖല, കായിക മേഖല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വുമൺ വേൾഡ് കപ്പ്, ഫിഫ വേൾഡ് കപ്പ്, വിമൻസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അച്ചീവ്മെന്റ്സുകൾ ഉണ്ടെങ്കിൽ അത് നോക്കി വെച്ചു. PSC അത് വളരെ ഇഷ്ടം. ഈ ഒരു കായിക മേഖല പറയുമ്പോൾ സാറേ ഈ പറയുന്ന സ്പോർട്ട്, ഈ പറയുന്ന ക്രിക്കറ്റ് മാത്രമല്ല, അതിൽ ചെസ് വരുന്നുണ്ട്, ഫുട്ബോൾ വരുന്നുണ്ട്, എല്ലാ മേഖലയും വരുന്നുണ്ട്. അവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ധാരാളം. ഇത്ര ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇതിനോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ടത് 2025 വിവിധ മത്സര പരീക്ഷയിൽ ചോദിച്ച മുഴുവൻ അതിന്റെ ഇനി 2026 കൂടെ പഠിക്കണം. 2026ലെയും 2025ലെയും വിവിധ മത്സര പരീക്ഷയിൽ ചോദിച്ച കറണ്ട് അഫയേഴ്സ്. അതായത് 3 വർഷത്തെ കണ്ടന്റ് ആണ് നമുക്ക് പഠിക്കേണ്ടത്. ഏറ്റവും ഒടുവിൽ 1 വർഷത്തെ കണ്ടന്റ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. കമന്റ് ചെയ്യുന്ന ഒരു ഡയലോഗ് ഉണ്ട്, സാറേ ഇതെല്ലാം ഞങ്ങൾ പഠിച്ചിട്ട് പോകും, ചോദിക്കുന്നത് 2022 മക്കളെ നിങ്ങൾക്ക് എത്ര മാർക്കാണോ കറണ്ട് അഫയേഴ്സ് അതിൽ 100%-ൽ 95% ചോദ്യവും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നു. JK സാർ ഉൾപ്പെടുന്ന കറണ്ട് അഫയേഴ്സ് ക്ലബ് ഉണ്ട്, ടെല്ല PS ഒപ്പമുണ്ട്. അപ്പൊ നിങ്ങൾ ഉഷാറായിട്ട് എല്ലാം ഉണ്ട്. വരാൻ പോകുന്ന മത്സര പരീക്ഷയിൽ ഈ പറയുന്ന ഇത്രയും ടോപ്പിക് 25 ടോപ്പിക്സ് ഉള്ള ചോദ്യം ഉറപ്പായിട്ടും കാണും. എഴുതി തരാം. അതായത് നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ ഈ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും കാണും. അപ്പൊ ഈ ടോപ്പിക്സുകളൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിച്ചിട്ടേ നിങ്ങൾ പോവാവൂ. ഉഷാറായിട്ട് പഠിക്കുക. 2026 നമ്മുടെ വർഷം, 2026 എന്റെ വർഷമാണ്, 2026 സാറിന്റെ വർഷമാണ്. എങ്കിൽ 2026 നിങ്ങളുടെ വർഷമായിരിക്കും.
ഉഷാറായിട്ട് പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവർക്കും all the best.